ആധുനിക സാങ്കേതിക വിദ്യകളിൽ രാജ്യം നടത്തിയ കൃത്യമായ നിക്ഷേപങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണ സമയത്ത് ഇറാന്റെ പ്രതിരോധ ശേഷി 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മാജിദ് ഇബ്നു അൽ റസ. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പുറത്തുവിട്ടത്. രാജ്യത്തെ പ്രതിഭകളുടെ കഴിവും സാങ്കേതിക മുന്നേറ്റങ്ങളുമാണ് ഇറാന്റെ പ്രതിരോധ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് സമീപകാല യുദ്ധം തെളിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം അതിന്റെ ഏറ്റവും കടുത്ത ഘട്ടത്തിൽ എത്തിയപ്പോൾ പോലും രാജ്യത്തെ സൈനിക പ്രതിരോധ ഉൽപാദനങ്ങൾ ഒട്ടും തടസ്സപ്പെട്ടില്ലെന്ന് മന്ത്രി അവകാശപ്പെട്ടു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഡ്രോണുകളുടെ ഉൽപാദന ശേഷി 3 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇറാന് സാധിച്ചു. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും കടുത്ത ഉപരോധങ്ങളെയും മറികടന്ന് ആഭ്യന്തരമായ ആയുധ ഉൽപാദനം ഉയർത്താൻ കഴിഞ്ഞത് ഇറാന്റെ സാങ്കേതിക സ്വയം പര്യാപ്തയുടെ തെളിവാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തെത്തി. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഒരു കപ്പലിനെയും കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്നും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചുവെന്നും ഇറാൻ പറഞ്ഞു. അനധികൃത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലിനെ ആക്രമിച്ചതായും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത ഒരു വഴിയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മസ്കറ്റിൽ നടന്ന ചർച്ചയ്ക്കിടെ ഒമാൻ കടലിടുക്കിലൂടെ 2 വ്യത്യസ്ത പാതകൾ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. അതേസമയം ഇറാൻ അമേരിക്ക സമാധാന ധാരണ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസിൽ കപ്പലുകളെ ആക്രമിച്ചത് ധാരണ പൊളിക്കാൻ ലക്ഷ്യമിട്ട തീവ്ര വിഭാഗക്കാരാണെന്ന് ഇറാൻ സമ്മതിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമേൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. വിഷയത്തിൽ ചർച്ചകൾക്കുള്ള ശ്രമങ്ങളും സജീവമാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്ര നടക്കുമ്പോൾ പ്രകോപനമൊന്നുമില്ലാതെ ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിച്ച് മധ്യസ്ഥ രാഷ്ട്രങ്ങളെ വരെ പിണക്കിയത് ആരാണെന്നാണ് ചോദ്യം. ധാരണ പൊളിക്കാൻ ലക്ഷ്യമിട്ട ഇറാനുള്ളിലെ തന്നെ ഗ്രൂപ്പുകളാണെന്ന് ഇറാൻ സമ്മതിച്ചതായി അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ധാരണകൾ പാലിക്കുന്നതിൽ ഇറാന്റെ വിശ്വാസ്യത സമീപ രാഷ്ട്രങ്ങൾ പോലും സംശയിക്കുന്ന നിലയിലായി. പാക് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇറാൻ പ്രസിഡന്റ് ആരോപണം ഉന്നയിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ സ്വന്തം റിസ്കിൽ എതിർപ്പുകൾ മറികടന്ന് അമേരിക്കയുമായി ഒപ്പിട്ട ധാരണയാണിത് എന്ന് ശ്രദ്ധേയമാണ്. ഇറാൻ പ്രതിരോധത്തിലായതോടെ അമേരിക്ക കടുപ്പിക്കുകയാണ്. യുറേനിയം ശേഖരം കൈമാറിയില്ലെങ്കിൽ ഇറാനുമായി കരാറില്ല എന്നാണ് ഒരു നിലപാട്. അതേസമയം മുജ്തബ ഖമേനിയുടെ ഉൾപ്പെടെ ഫണ്ട് മാനേജർ അലി അൻസാരിക്കും വിവിധ എക്സ്ചേഞ്ച് കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തി. അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമൂസിനോട് വീണ്ടും കൂടുതൽ അടുക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശിയുമായി ഇറാൻ വിഷയം ചർച്ച ചെയ്തു. ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി ഒമാനിലെത്തി. ഭരണ നേതൃത്വവും താഴെത്തട്ടിലെ സേനകളും തമ്മിലെ ഏകോപനമില്ലായ്മയ്ക്ക് ഇറാൻ കൂടുതൽ വില നൽകേണ്ടി വരുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.